ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താത്ത ഒരു അടിപൊളി പ്രൊഡക്റ്റ്. അതിനുവേണ്ടി ഞാൻ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്റെ ക്ലോസ് ഫ്രണ്ടായ കേപ്പിനാണ്. വണക്കം. വണക്കം. താങ്ക് യു. ഇന്ന് എനിക്ക് അറിയേണ്ട കുറച്ച് സംശയങ്ങളുണ്ട്. നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീർച്ചയായിട്ടും എന്താണ് ഈ ഇന്ററാക്റ്റീവ് പാനൽ എന്ന് പറഞ്ഞ കേൾക്കട്ടെ. ഇത് ബെങ്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളിലായിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ടീച്ചറുടെ മുഖം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പണ്ട് ടീച്ചർമാർ എങ്ങനെയാണോ ക്ലാസ് എടുത്തിരുന്നത് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇതുപോലെ ടീച്ചർക്ക് ക്ലാസ്സിൽ എടുക്കുന്ന അതേപോലെ തന്നെ ഈ ബോർഡ് ഉപയോഗിക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനലാണ്. 4K റെസൊല്യൂഷൻ ആണ്. 4K റെസൊല്യൂഷനിൽ ഇന്ററാക്റ്റീവ് പാനലിന്റെ പ്രത്യേകത, ഇതിലൊരു വൈറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. സാധാരണ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഗ്രീൻ ബോർഡ് വേണമെങ്കിൽ ഗ്രീൻ ബോർഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ പെൻ ഉപയോഗിക്കണമെങ്കിൽ പെൻ ഉപയോഗിക്കാം. ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ കുട്ടികൾക്ക് വരച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ വരയ്ക്കാനോ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആണല്ലോ. വളരെ സിമ്പിൾ ആണ്. ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നെ ഇറേസ് ചെയ്യുകയും ചെയ്യാം. ഇതൊരു വൈറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ ആണ്. അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണോ ടീച്ചർ എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഇതിലുണ്ട്. പടം വരയ്ക്കണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. പല സൈസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ തന്നെ ഇറേസ് ചെയ്യണമെങ്കിൽ ഇറേസ് ചെയ്ത് കളയാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉള്ള ഒരു പാനലാണ്. ഏതൊക്കെ ഫോർമാറ്റുകളാണ് വർക്ക് ചെയ്യാൻ? ഇതില് നിങ്ങൾക്ക് WPS ഓഫീസ് ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ അതുപോലെ ഇതെല്ലാം ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് സൂം ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ടീംസ് ഇൻസ്റ്റാൾ ചെയ്യാം. സൂം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാനലിന്റെ ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീനിനെ നിങ്ങൾക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. എത്ര ആൾക്കാരേക്ക് ഷെയർ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഇതിലേക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് കാര്യം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ക്രീൻ മറ്റുള്ളവരുടെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൊബൈലിൽ നിന്ന് ഈ സ്ക്രീനിലേക്കോ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്, മൈക്രോസോഫ്റ്റ് ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ലാപ്ടോപ്പ് കേബിൾ ഇല്ലാതെ തന്നെ വൈഫൈ ആയിട്ട് എനിക്കിവിടെ ഡിസ്പ്ലേ തീർച്ചയായിട്ടും വൈഫൈ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ വേറൊരു ഡിവൈസ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലാതെ തന്നെ ഈ ബെൻക്യുന്റെ പാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 8.0 ആണ്. ഇതിൽ ഇൻസ്റ്റാ ഷെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഇൻസ്റ്റാ ഷെയർ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് എന്റെ മൊബൈൽ സ്ക്രീൻ എനിക്ക് ഇങ്ങോട്ടും ഈ സ്ക്രീൻ എനിക്ക് മൊബൈലിലോട്ടും കാണിക്കാനായിട്ട് സാധിക്കും. 4K റെസൊല്യൂഷൻ ആണ് ഈ പാനൽ വരുന്നത്. കൈകൊണ്ട് പിള്ളേരൊക്കെ പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ടെമ്പേർഡ് ഗ്ലാസ് ആണ്. ഇത് ടെമ്പേർഡ് ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് ഹാർഡായിട്ടൊന്നും ഇടിച്ചാലൊന്നും ഇതിന് പ്രോബ്ലം വരില്ല. അല്ലാതെ അതെ, കുട്ടികൾ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നാശാവും. പക്ഷെ സാധാരണ നോർമൽ കേസിൽ ഇതിന് ഹാർഡായിട്ടൊന്നും ഇടിച്ചാലൊന്നും ഇതിന് നാശമില്ല. പിന്നെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് TV ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പോലെ അതെ, ഒരു ആൻഡ്രോയിഡ് ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഫോണിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണ് സൂം അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് VLC പ്ലെയറിൽ സിനിമ കാണുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ക്യാമറയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പാനല് ഫ്ലിക്കറിംഗ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, കാരണം നമ്മൾ വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഫ്ലിക്കറിംഗ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ സാധാരണ ഒരു പാനലാണെങ്കിൽ, സാധാരണ ഒരു നോർമൽ പാനലാണെങ്കിൽ അതിൽ ലൈൻസ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ബെൻക്യുന്റെ പാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലിക്കറിംഗ് പാനൽ, ഫ്ലിക്കറിംഗ് ഇല്ലാത്തൊരു പാനലാണ്. ഫ്ലിക്കർ ഫ്രീ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ലോ ബ്ലൂ ലൈറ്റ് ടെക്നോളജി ഉണ്ട്. അത് മാത്രമല്ല ഈ കാണുന്ന സൗണ്ട് ബാർ ആണ്. ബെൻക്യുന്റെ പാനലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സൗണ്ട് ബാർ അല്ലെങ്കിൽ സ്പീക്കർ വരുന്നത് ബാക്കിലോ താഴേക്കോ അല്ല, നേരെ ഓഡിയൻസിനെ ഫേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നേരിട്ട് കാണാനായിട്ട് ഇരിക്കുന്ന ആളുകളെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. പല ബ്രാൻഡുകളുടെയും പല ചൈനീസ് ബ്രാൻഡുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഭൂരിഭാഗം ബ്രാൻഡുകളും സ്പീക്കേഴ്സ് വരുന്നത് ബാക്കിലോ സൈഡിലോ ഒക്കെയാണ്. ബെൻക്യു എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്പീക്കേഴ്സ് വരുന്നത് നേരെ ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല സൗണ്ട് ബാർ ആണ് വരുന്നത്. ഈ കാണുന്ന മുഴുവൻ സ്പീക്കർ സിസ്റ്റത്തിന്റെ ഒരു സൗണ്ട് ബാർ ആണ്. അത്രയും പെർഫെക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ്. പിന്നെ നമുക്ക് ഇതിൽ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാം. ഇതിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്, സ്റ്റോപ്പ് വാച്ച് അവൈലബിൾ ആണ്, ടൈമർ അവൈലബിൾ ആണ്, സ്റ്റിക്കി നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതില് ഈ ബോർഡിനെ തന്നെ 3 ആയി സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഏത് കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫുട്ബോൾ ആണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് ഫുട്ബോൾ കോച്ചിങ്ങിന് പറയാം ഇതിലേ വരണം, ഇവിടെ വരണം, പാസ് ചെയ്യണം, ഇതേ പോസ്. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ
ഇന്ററാക്റ്റീവ് ആക്കാൻ പറ്റുന്ന, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ കാണാം, ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ കുറെ ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ സാറ്റലൈറ്റ് വ്യൂ എങ്ങനെയാണോ നിങ്ങൾ മൊബൈലിൽ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് കാണാവുന്ന ഒരു ഓപ്ഷൻ, കണ്ടില്ലേ? എത്ര HDMI ഔട്ട് ഇതിൽ HDMI ഔട്ട് ഒന്നാണ്, HDMI ഇൻ 3 ഉണ്ട്. 3 HDMI ഉണ്ട്. അതുപോലെ തന്നെ VGA അവൈലബിൾ ആണ്. അതേപോലെ തന്നെ USB പെൻഡ്രൈവിൽ നിന്ന് നേരിട്ട് പ്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ ഓപ്ഷൻസ് വരുന്ന ഒരു പാനലാണിത്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി അനോട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാനലിന്റെ മുകളിൽ തന്നെ അനോട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനോട്ടേഷൻ ടൂൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ആപ്ലിക്കേഷന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് അനോട്ടേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു പാനലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു പാനൽ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ട്രെയിനിങ് എടുക്കുന്ന അതേപോലെ തന്നെ ഈ എന്താ പറയാ യൂട്യൂബേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലൊരു പാനൽ വളരെ അത്യാവശ്യമാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ഫ്ലിക്കർ ഫ്രീ ആണെന്നുള്ളതും അതുപോലെ തന്നെ ലോ ബ്ലൂ ലൈറ്റ് ടെക്നോളജി ആണെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ ഈ എമിഷൻ എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങളുണ്ടോ? ഒരിക്കലും ഇല്ല. അത് മാത്രമല്ല ലോ ബ്ലൂ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ 24 മണിക്കൂർ, അതുകൊണ്ടാണ് ഫ്ലിക്കർ ഫ്രീ എന്ന് പറയുന്നത്. കണ്ണിന് ഹാംഫുൾ ആയിട്ടുള്ള ലൈറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ബെൻക്യുവിന്റെ ഓൺ പാനലാണ്. ബെൻക്യു എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഓൺ പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു തേർഡ് പാർട്ടി പാനൽ അല്ല ഇതിനുള്ളിൽ വെക്കുന്നത്. അത് മാത്രമല്ല ബെൻക്യു എന്ന് പറയുന്ന വേൾഡ് 3rd ലാർജസ്റ്റ് പാനൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ബെൻക്യു ഇസ് വെരി സ്ട്രോങ് ഇൻ പ്രൊജക്ടർ. അതേപോലെ തന്നെ ഹോം തിയേറ്റർ പ്രൊജക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും പ്രൊജക്ടർ എന്ന് പറയുന്നത് അറിയാലോ. ഹോം തിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. വീടുകളിൽ തിയേറ്റർ പണിയുന്ന സമയത്ത് one of the best product which is available in the market, ബെൻക്യുവിന്റെ ഹോം തിയേറ്റർ പ്രൊജക്ടേഴ്സ് നമുക്ക് 4K റെസൊല്യൂഷൻ അവൈലബിൾ ആണ്, ഫുൾ HD കാറ്റഗറി അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും പ്രൊജക്ടറിന് 2 വർഷം ഓൺ സൈറ്റ് വാറണ്ടിയാണ്, പാനലിന് 3 വർഷം ഓൺ സൈറ്റ് വാറണ്ടിയാണ്. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ സൈറ്റ് കസ്റ്റമർ എവിടെയാണോ ഉപയോഗിക്കുന്നത് അവിടെ വന്ന് സർവീസ് ചെയ്ത് തരുമെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഓൺ സൈറ്റ് വാറണ്ടി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെ അറിയിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് സെയിൽ നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യം ഈ സോഷ്യൽ ഡിസ്റ്റൻസിംഗും കാര്യങ്ങളും ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലാതെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും താങ്ക് യു.